Hi friends, എല്ലാവർക്കും സൈബർടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൂജ. ഇതായത് നമ്മളൊരു ഡിജിറ്റൽ ആക്കാൻ പോവാണ്. അതായത് റോബോട്ട് സിസ്റ്റം. കാരണം ഇതിൻ്റെ അടുത്ത് ക്ലാസ് വെച്ചാൽ തന്നെ ക്ലാസ്സിൽ വെള്ളം തരുന്നൊരു സിസ്റ്റം ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് വലിയ കോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ ഈ കൂജയ്ക്ക് മാത്രമല്ല, നമുക്ക് ഈ ഒരു സ്ക്രീൻ കാണുന്ന പോലുള്ള ടിന്ന്, ഇതൊക്കെ ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതിലൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ നിർമ്മിച്ച ഈ സംഭവം വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം പറഞ്ഞ സമയങ്ങളായത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം നമ്മൾ ഈ ഒരു കൂജയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കൂജ മാത്രമല്ല, നമുക്ക് ഇങ്ങനത്തെ ഈ ടിന്നിലും നമുക്ക് ഈ ഒരു പരീക്ഷണം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിന് യൂസ് ചെയ്യുന്ന ഈ ഒരു മോട്ടറാണ്. ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പല മോഡലുള്ള മോട്ടറും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഈ ഒരു മോട്ടറാണ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ മേലെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നോക്കി കഴിഞ്ഞാലാണ് ഇത് ഓൺ ആവല്. ഈ ഒരു സിസ്റ്റം മാറ്റിയെടുത്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം ബാക്കിലൊരു ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഇത് ചാർജ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഒരു ചാർജറിൻ്റെ കേബിളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ട്യൂബ്, നമ്മളെ വെള്ളം പമ്പ് ചെയ്യാനുള്ളൊരു ട്യൂബും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. ആദ്യം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ ഈ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ സെൻസർ അല്ലാതെ തന്നെ ഭാഗത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നോക്കുമ്പോൾ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്വിച്ച് ഒന്നും കൂടി നോക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നേരം ഇത് ഓട്ടോമാറ്റിക് ആക്കി എടുക്കൽ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ബോക്സ് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബോക്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല ബോക്സൊക്കെ വെച്ച് ചെയ്താൽ മതി, നല്ല ഡിസൈനുകളൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാൻ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അതുപോലെ മെല്ലെ അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് തന്നെ വേണമെന്നില്ല, പല ബോക്സ് ആയാലും മതി. ഇനി നമുക്ക് ഫോം ഷീറ്റ് വെച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലാറെ ഒന്നുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫോം ഷീറ്റ് കിട്ടാനില്ല, അപ്പോൾ നമ്മൾ ഇത് വെച്ച് ജസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ട്യൂബ് പോകുന്ന രീതിയിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. വെള്ളം പമ്പ് ചെയ്ത വെള്ളം നമ്മൾ ക്ലാസ്സിൽ എടുക്കാനുള്ള ഭാഗത്തോട്ടുള്ള പൈപ്പ് വെക്കാൻ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പൈപ്പ് വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ IR LED സെൻസർ ബോർഡാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ടും സെയിം സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കൊടുക്കാൻ. നമ്മളിത് DC 557 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ട്രാൻസിസ്റ്ററിൻ്റെ അവസാനം വരുന്ന ലെഗ് നമ്മൾ VCC എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ സോൾവ് ചെയ്ത് പിടിപ്പിക്കുന്നത്. രണ്ടാമത് വരുന്ന പിന്നെ നമ്മൾ റെസിസ്റ്റർ വെച്ചതിന് ശേഷം ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 2 ലെഗാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അതായത് സെൻസർ ബോർഡിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റും ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് കൊടുക്കുന്ന ലെഗുമാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റിലേയിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ ആ ഒരു സെൻറ്ററിൽ, അതായത് ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് കൊടുക്കുന്നത്.
റിലേയുടെ ഒരു കണക്ഷനും ബാറ്ററിയുടെ നെഗറ്റീവ് എന്നൊരു കണക്ഷനുമാണ് നമ്മൾ ആ ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. VCC എന്ന് എഴുതിയ ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഈ ചോപ്പ് വയർ കൊടുക്കുന്നത് ബാറ്ററിയുടെ. അതുപോലെ റിലേയുടെ മറ്റേ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഫ്രീ ആയി കിടക്കുന്ന ഫസ്റ്റ് ലെഗിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ വേറെ 2 വർക്കും കൂടെ സെയിം ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊരു ലൈറ്റ് കത്തുന്നത്. നമ്മൾ കൈ വെക്കുമ്പോൾ ആ ഒരു സെൻസറിൽ ലൈറ്റ് വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡ് വർക്കിംഗ് ആണ്. ഈ ഒരു റിലേ കണക്ഷൻ കൊടുക്കാം. റിലേയിൽ കണക്ഷൻ വരുന്നത് ആ 3 ലെഗുള്ള ഭാഗത്തിലുള്ള സെൻറ്ററിലെ ഒരു ലെഗിലും അടിഭാഗത്തിൽ നിന്ന് ഒരു കണക്ഷനുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ സ്വിച്ച് കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ റിലേയിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ ബാറ്ററി കൊടുക്കുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു മോട്ടറിൻ്റെ കണക്ഷനിലോട്ടും പിന്നെ ഒന്ന് ബാറ്ററിയുടെ കണക്ഷനിലോട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു കണക്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസുലേറ്റർ കോട്ടിങ് വെച്ച്. നിങ്ങൾക്കത് കാണാൻ പറ്റും. അവിടെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ബാറ്ററി ഇട്ട് നമ്മളത് ഓണാക്കിയപ്പം ആ ഒരു സെൻസറിൻ്റെ അവിടെ കൈ വെക്കുമ്പോൾ അവിടെ ബ്ലൂ ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മോട്ടറിലൊരു ബ്ലൂ ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ബോക്സിലാക്കി എടുക്കാം. ബോക്സിലാക്കുക അല്ലെങ്കിൽ വേറെ അതിൽ തന്നെ ഒട്ടിച്ച് വെക്കുക, എന്തായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻസർ ഈ ഒരു 2 LED പുറത്തോട്ട് എത്തുന്ന വിധത്തിൽ നമുക്ക് ഈ ഒരു 2 LED വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്യൂബ് പുറത്തോട്ട് ആവുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒരു ക്ലാസ്സിലോട്ട് വെള്ളം വരുന്ന ഒരു ട്യൂബാണ് ഈ ഒരു ട്യൂബ്. അപ്പം അതിനുള്ള രീതിയിൽ നമുക്ക് ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പൂജയിലോ അല്ലെങ്കിൽ ടിന്നിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാം. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് ഈ ഒരു പൂജയിൽ വെച്ചിട്ട് വർക്കിംഗ് ഉണ്ടോ നോക്കാം കേട്ടോ. ക്ലാസ് കാണിക്കുമ്പോൾ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ക്ലാസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വെള്ളം വരുന്നത്, ആ ഒരു ക്ലാസ് കാണിച്ചു കൊടുക്കുമ്പോൾ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.